അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അനാവശ്യമായി എല്ലാ വിഷയങ്ങളിലും പോയി തലയിട്ട് ആളുകളുടെ കയ്യിൽ നിന്നും എമ്പാടും തല്ല് വാങ്ങി വീട്ടിൽ പോകുന്ന ഒരു തല്ലുകൊള്ളി ഏതൊരു നാട്ടിലും ഉണ്ടാകും. നമ്മുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയ രംഗത്ത് ഈ തല്ലുകൊള്ളിയുടെ പണിയെടുക്കുന്ന ആളാണ് അനിൽ മുഹമ്മദ് എന്ന വ്യക്തി. അദ്ദേഹത്തിന് അറിവുള്ളതും അറിവില്ലാത്തതുമായ എല്ലാ വിഷയങ്ങളിലും പോയി തലയിട്ട് ചൊറിഞ്ഞു മാന്തി ആളുകളുടെ തല്ല് വാങ്ങിക്കുന്നതിൽ ഒരു പ്രത്യേകതരം അനുഭൂതിയും ലഹരിയും കണ്ടെത്തുന്ന ആളാണ് ഇദ്ദേഹം എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നതിലുപരി ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു തികഞ്ഞ അറിവാളനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രഹസനം കൂടി ഇദ്ദേഹം ഓരോ പരിപാടിയിലും നടത്താറുണ്ട്. താൻ പറയുന്ന കാര്യങ്ങൾ വസ്തുതക്ക് നിരക്കുന്നതാണോ, അതിൽ സത്യത്തിൻ്റെ അംശം ലവലേശമെങ്കിലും ഉണ്ടോ എന്നൊന്നും ഈ മനുഷ്യൻ ചിന്തിക്കാറില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇയാൾ കേരളത്തിലെ മുജാഹിദ് പ്രബോധകന്മാരായ ഹുസൈൻ സലഫിയെയും സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയെയും അടക്കം പല മുജാഹിദ് പ്രഭാഷകന്മാരെയും പരിഹസിക്കുകയും ചവിട്ടിത്തേക്കുകയും കുത്തിനോവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. എന്നാൽ ആ വീഡിയോക്ക് മറുപടി എന്ന പേരിൽ ഇയാൾ ഇറക്കിയ വീഡിയോയിൽ എന്നെക്കുറിച്ച് പച്ചക്കളവ് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വീഡിയോ തുടങ്ങുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇയാൾ ഒരു വീഡിയോ മുഴുവനായി കാണാറില്ല. കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്നൊരു സംഗതിയുണ്ട്, ഞാൻ വിഷ്ടംകാരനല്ല, ഹുസൈൻ സലഫിയുടെ സംഘടനക്കാരനല്ല, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ സംഘടനക്കാരനല്ല, എനിക്ക് കേരളത്തിലെ ഒരു സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ സ്വതന്ത്രമായി സലഫി പ്രബോധനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ വീഡിയോക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇയാൾ ആരോപിക്കുന്നത് ആദ്യം തന്നെ ഒന്ന് കാണുക. നമ്മുടെ അമീർ ഒതുക്കുങ്കലിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ്, ഇറാൻ്റെ ക്രൂരതകളും അനിലിൻ്റെ അല്പത്തരങ്ങളും എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് കുറേ പേരിങ്ങനെ അയച്ചു തന്നു. അമീർ, ഞാൻ അറിഞ്ഞില്ല അമീർ വിസ്ഡംകാരനാണെന്ന്. ഇപ്പോഴെനിക്ക് മനസ്സിലായത് അമീർ വിസ്ഡംകാരനാണെന്ന്. എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു പച്ചക്കളവ്. അഞ്ജനമെന്നാൽ ഞാനറിയും അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്നു പറഞ്ഞ മാതിരിയാണ് ഇയാളുടെ അവസ്ഥ. ഞാനൊരു സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ഇറക്കിയ വീഡിയോക്ക് ഇയാൾ മറുപടി പറഞ്ഞിട്ട് വരിക അമീർ വിഷ്ടംകാരനാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളെ തകരാറതാണ്, നിങ്ങൾ ഒരു കാര്യം അറിയണില്ല. നിങ്ങൾ കാര്യമായി പഠിച്ചു വെച്ചിട്ടുള്ളത്, ഈ ബൈഹാർട്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ഇളി മാത്രമാണ്. ഇളിനെ ഞാൻ അങ്ങനെ വിടാൻ കണ്ടിട്ടില്ല, ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഈ ക്ലിപ്പ് ഞാൻ ആദ്യം തന്നെ ഇട്ടത് ഇയാളുടെ ഒരു പ്രോഗ്രാമിനും വാസ്തവവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു വിഷയത്തിൽ സത്യം അന്വേഷിക്കാൻ ഇയാൾ മെനക്കെടാറില്ല. ഇനി സത്യം ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് അംഗീകരിക്കാനും ഇയാൾ മെനക്കെടാറില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം മനുഷ്യനാണ് ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ. അത് ബോധ്യപ്പെടുത്താനാണ് ഈ ക്ലിപ്പ് ആദ്യം തന്നെ ഞാൻ ഇട്ടത്. വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം ഇറാൻ ഇസ്രായേൽ യുദ്ധമാണല്ലോ. ആ വിഷയത്തിൽ നാം എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് സലഫികൾ പറഞ്ഞതാണല്ലോ ഇയാളെ ചൊടിപ്പിച്ചത്. സലഫികളുടെ ആ വിഷയത്തിലുള്ള നിലപാട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മാടി രാഷ്ട്രങ്ങളാണ്. ഈ മൂന്ന് ഗുണ്ടകൾ തെരുവിൽ തമ്മിൽ തല്ലിച്ചാകുമ്പോൾ ഇതിൽ ഒരു ഗുണ്ടയുടെ പക്ഷത്ത് നിന്ന് മറ്റേ ഗുണ്ടകളെ എതിർക്കേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് യാതൊരു കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ല. എന്തുകൊണ്ട്? തെളിവുകൾ ഇനിയും വരും ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ് സലഫികൾ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ കാരണം? ഇവിടെ പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഉക്രൈൻ റഷ്യ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സംഘർഷത്തിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പ്രത്യേകം കാരണങ്ങളുണ്ട്. ഈ യുദ്ധത്തിനും വിവാദത്തിനും ചില നാൾ വഴികളുണ്ട്. വർഷങ്ങളായി ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം നടക്കുന്നു, ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടത്തുന്ന ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. രണ്ട് കൊറിയ തമ്മിൽ യുദ്ധം നടന്നിട്ട് ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. അത് ഞങ്ങളുടെ വിഷയമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ ഇടപെട്ടത്? ഈ യുദ്ധത്തിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ഖാംനഈ കൊല്ലപ്പെടുന്നു. അൽഹംദുലില്ലാഹ്. അയാൾ കൊല്ലപ്പെട്ടതോടുകൂടി അയാളെ ഷഹീദാക്കിക്കൊണ്ടും മുസ്ലിങ്ങളുടെ നേതാവാക്കിക്കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ട് പല റീൽസുകളും ഇവിടെ രംഗത്തിറങ്ങുന്നു, പല വീഡിയോകൾ രംഗത്തിറങ്ങുന്നു. അയാൾക്കും വേണ്ടി വാദിക്കാനും അയാളുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്താനും ഇവിടെ ഈ ഇഖ്വാനിസവും ഷിയായിസവും തലയിൽ കയറിയ പല ആളുകളും രംഗത്ത് വരുന്നു. അതിൽ പല ആളുകളും സാധുക്കളായ ആളുകൾ, വിഷയമറിയാത്ത ആളുകൾ കുടുങ്ങിപ്പോകുന്നു. അവിടെയാണ് ഞങ്ങൾ ഇടപെട്ടത്.
കാരണം ഞങ്ങൾ പറഞ്ഞു, ഈ കാംനൈ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അയാൾ നേതൃത്വം കൊടുക്കുന്ന ഇറാൻ എന്ന രാജ്യം ഒരിക്കലും മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളല്ല, അഹ്ലുസുന്നയുടെ ശത്രുക്കളാണ്. അവർ ഇന്നോളം ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിൽ, പല മുസ്ലിം രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളെ, മുസ്ലിങ്ങളെ, സാധുക്കളായ മുസ്ലിങ്ങളെ, നിരപരാധികളായ നിരാലംബരായ സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് മുസ്ലിങ്ങളെ അഭയാർത്ഥികളാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിന് നേതൃത്വം കൊടുത്ത, ആ ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവും കൊല്ലപ്പെടുമ്പോൾ നമ്മൾ അയാളെ മുസ്ലിങ്ങളുടെ നേതാവായി ചിത്രീകരിക്കേണ്ടതില്ല. ഇതാണ് ഞങ്ങൾ ഇടപെട്ട രംഗം. അങ്ങനെ ഇടപെടുമ്പോൾ നമ്മൾ ഇറാനെ പിന്തുണക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷിയായിസവും ഇഖ്വാനിസവും തലയിൽ കയറിയ അനിൽ മുഹമ്മദിനെ പോലുള്ള ആളുകൾ രംഗത്ത് വരുന്നു. അവർക്ക് തങ്ങളുടെ വാദത്തിന് നിരത്താനുള്ള ന്യായം എന്താണ്? അനിൽ തന്നെ പറയട്ടെ. അതെന്താ വാഴ്ത്തുന്നതിൻ്റെ കാരണം? ഇറാനിൻ്റെ എന്തെങ്കിലും ഇറാനുമായിട്ട് സംബന്ധം ചെയ്തിട്ടുള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ളത് കൊണ്ടാണോ? ലോകത്ത് മനുഷ്യക്കുരുതി നടത്തുന്ന പാവപ്പെട്ട ഫലസ്തീനികളെ അടക്കം കൊന്നുതള്ളി അതിൻ്റെ പരിസര രാജ്യങ്ങളിലെല്ലാം എല്ലാ തരത്തിലുള്ള അസ്ഥിരതയും ഉണ്ടാക്കുന്ന, എല്ലാ തരത്തിലും മനുഷ്യരെ കൊന്നുതള്ളുന്ന രണ്ട് ലോകഭീകരന്മാരായ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന അധിനിവേശമായതുകൊണ്ടാണ് ഇറാനെ പിന്തുണയ്ക്കുന്നത്. അപ്പൊ കേട്ടല്ലോ, മൂപ്പരെ നിലപാട് പറയാണ്. എന്താണ് ഇറാനെ അവർ വാഴ്ത്താൻ കാരണം? ഇറാനുമായി വല്ല സംബന്ധവും ഉണ്ടായത് കൊണ്ടാണോ? നിങ്ങൾക്ക് സംബന്ധം ഉണ്ടോ? നിങ്ങൾക്ക് അവിഹിത സംബന്ധമാണ്, അതാണ് പ്രശ്നം. ഡയറക്റ്റ് പറയാന് നമ്മൾ ഇറാനായിട്ട് കെട്ടുബന്ധമുണ്ടെന്ന് ഡയറക്റ്റ് പറയാൻ നിങ്ങൾക്ക് ഒരു മടിയുണ്ട്. അപ്പൊ അവിഹിത സംബന്ധം, വേലി ചാടിയ സംബന്ധം നിങ്ങൾക്കുള്ളത്. അതാണ് പറഞ്ഞത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മണ്ടയിൽ ഇഖ്വാനിസവും ഷീഷവും കയറിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഓലാണ് ഈ അവിഹിതം നടത്തുന്ന ആൾക്കാര്. അപ്പൊ മൂപ്പര് ഇത് പറയണതെന്നറിയോ? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇറാന്റെ കൂടെ നിൽക്കാൻ കാരണം, ഇറാനെ വാഴ്ത്താൻ കാരണം? ലോകത്ത് മനുഷ്യക്കുരുതി നടത്തുന്ന, പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നുതള്ളുന്ന, അതിന്റെ പരിസര രാജ്യങ്ങളിലെല്ലാം അസ്ഥിരതയുണ്ടാക്കുന്ന രണ്ട് ലോകഭീകരന്മാരായ അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറാന്റെ കൂടെ നിൽക്കുന്നു. ഇതാണ് വിഷയം. കാരണം ഇവർ ഭയങ്കര മുസ്ലിം സ്നേഹികളാണല്ലോ ഈ ഇഖ്വാനികള്. ലോകത്ത് എവിടെയും മുസ്ലിമിന്റെ ശരീരത്തിന് ചോര പൊടിഞ്ഞ അവർക്ക് സഹിക്കൂല. ഇവിടെ ഇഖ്വാനികളെ പോലെ കാപ്പട്ട് നിറഞ്ഞൊരു വർഗം ലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്ത് മുസ്ലിം സ്നേഹം? നിങ്ങൾക്ക് എന്ത് ഫലസ്തീൻ സ്നേഹം? ഫലസ്തീനികളെ കൂട്ടക്കുരുതി നടത്തുന്നു എന്നുള്ളതാണോ അമേരിക്കക്കും ഇസ്രയേലിനും നിങ്ങൾ കണ്ട പോരായ്മ? എങ്കിലിതാ അതേ ഫലസ്തീനികളെ നിങ്ങൾ ഇപ്പോൾ വാഴ്ത്തി പറയുന്ന ഇറാൻ എന്ന രാജ്യം, തമ്മാടി രാജ്യം, അതിനേക്കാൾ ഭീകരമായ രീതിയിൽ കൂട്ടക്കുരുതി നടത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് സ്ഥാപിക്കാനുള്ളത്. ഞങ്ങളതാ ഇറാന്റെ കൂടെ നിൽക്കാത്തത്. ഇത് വെറുതെ പറയില്ല, കണ്ടു നോക്കി. تدري حضرتك ما حدث لفلسطيني العراق في الناصرية؟ فلسطيني العراق طبعا لأنه صدام وطنهم في العراق وأعطى لهم بيوت، ويعني كان ليه فضل كبير عليهم. من أفضل حسنات والله. نعم. إنكم خلصنا من الشيعة. المهم بقى ده طبعا الاحتلال، وطبعا فلسطين ليس لهم تاريخ وليس لهم جذور يعني في البلد. الشيعة أبادوا الفلسطينيين. قناة الجزيرة عملت فيلم مهم جدا اسمه فلسطينيين تحت خط الاستواء. كل الفيلم بيحكي عن الفلسطينيين اللي قتلوا وذبحوا وهجروا من العراق، ثم بعد ذلك ذهبوا لكي يعيشوا في تشيلي والبرازيل. الفيلم ده مهم جدا. مجازر فلسطينيون. نعم. تحت خط الاستواء. نعم. في موقع كامل او موقعين. സഹോദരങ്ങളെ, ഇതെന്താ പറയുന്നതെന്നറിയോ? ഈ ഫലസ്തീനികൾ പല രാജ്യങ്ങളിലേക്കും അഭയാർത്ഥികളായി പോയിട്ടുണ്ടല്ലോ. പോയ സ്ഥലത്തൊക്കെ പല രാജ്യക്കാരും അവരെ അഭയാർത്ഥികളായി രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അവർക്ക് പല പരിഗണന നൽകിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ അഭയാർത്ഥികളായി വന്ന നിരാലംബരായ പട്ടിണിപ്പാവങ്ങളായ ആളുകളെ തല്ലിയോടിച്ച ഒരേ ഒരു വർഗം ഈ ഷിയാക്കൾ മാത്രമാണ്. ഷിയാക്കൾക്ക് എവിടെയെല്ലാം സ്വാധീനമുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഇവർ ഈ അഭയാർത്ഥികളായ ഫലസ്തീനികളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ആട്ടിയോടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഇറാഖില്. സദ്ദാം ഹുസൈന്റെ ഭരണകാലത്ത് ഫലസ്തീനികളായ അഭയാർത്ഥികൾക്ക് അദ്ദേഹം അഭയം നൽകുകയും വീട് നൽകുകയും പരിഗണന നൽകുകയും ചെയ്തപ്പോൾ അതിൽ സഹികെട്ട അവിടുത്തെ ഷിയാക്കൾ ഫലസ്തീനികളെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയും അടിച്ചമർത്തുകയും പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഇറാഖിൽ യാതൊരു അവകാശമില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? എന്തായിരുന്നു ഇറാന് ഫലസ്തീനികളുള്ള വിരോധം? വല്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഫലസ്തീനും ഇറാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അതല്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ആദർശപരമായ കാരണങ്ങളുണ്ട്. അനിലടക്കമുള്ള ആളുകൾ പറയണ്ടല്ലോ, ഈ വിഷയത്തിൽ നമ്മൾ ആദർശം നോക്കണ്ട, വിശ്വാസം നോക്കണ്ട. ഇതിനൊക്കെ ആദർശപരമായ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. അത് പഠിക്കണം ആദ്യം. വിവരമില്ലെങ്കിൽ വിവരമുള്ള ആൾക്കാരോട് ചോദിച്ചു പഠിക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഫലസ്തീനികളായ അഭയാർത്ഥികളെ ആട്ടി ഓടിക്കുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്ത ആളുകളാണ് ഇന്ന് ഇവർ ഇപ്പം വാഴ്ത്തുന്ന ഇറാന്. ഇപ്പം എന്താ ഇറാനെ കുറിച്ച് പറയല്? ഫലസ്തീനികൾക്കും വേണ്ടി ശബ്ദിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഇറാൻ. ഇറാൻ ഇന്ന് വരെ ഫലസ്തീനികൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. ഏറ്റവും മിനിമം ചിന്തിച്ചു നോക്കൂ.
ഇപ്പൊ യുദ്ധം ഉണ്ടായ സമയത്ത് ഈ ഇറാൻ ലോകരാജ്യങ്ങളെ മുഴുവനും സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് ഹോർമുസ് കടലെടുക്ക് അടച്ചല്ലോ അല്ലേ? അതിന്റെ കെടുതികൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഒരു ദിവസം പോലും ഫലസ്തീനും വേണ്ടിതാ ഫലസ്തീനെ ദ്രോഹിക്കുന്ന ഇസ്രയേലിനും അമേരിക്കക്കും തിരിച്ചടിയായിക്കൊണ്ട് ഞങ്ങൾ ആ ഹോർമുസ് കടലെടുക്ക് അടക്കുന്നു എന്ന് ഇറാൻ ഇന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. കാരണം ഫലസ്തീനികളും അവരുടെ ശത്രുക്കളാണ്. ഇവർ ഫലസ്തീനികൾക്ക് വേണ്ടി ഇന്ന് വരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇവിടുത്തെ ഷിയാ അനുകൂലികൾക്കും ഇഖ്വാനികൾക്കും ഇത് വല്ലതും അറിയോ? ഇതുപോലെ ഇങ്ങനെ പറയാ ഫലസ്തീനികൾക്കും വേണ്ടി ശബ്ദിക്കുന്ന ആളുകളാണ് ഇറാന്. നിങ്ങളെ ഫലസ്തീൻ സ്നേഹം ഞങ്ങൾ കാണിച്ചു തരാം. കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ, ഫലസ്തീനുകളുടെ അഭയാർത്ഥി ക്യാമ്പിൽ ഇറാൻ നടത്തിയ കൊടും ക്രൂരതകള് ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. കണ്ടു നോക്കി. بدك تعرف إيران بيش دعمت الشعب الفلسطيني؟ أول دعم كان للشعب الفلسطيني بعد ثورة الخميني الملعون بحصار وحرب المخيمات في لبنان من ال 85 لل 87. جعلوهم يأكلوا أوراق الشجر، أكلوا القطط، شربوا بولهم عطشا، كتبوا على الجدران من يقتل فلسطيني يدخل الجنة. هذا الدعم الحقيقي للشعب الفلسطيني. أما الدعم الثاني كان بعد الغزو الأمريكي للعراق. توجهت الميليشيات الإيرانية مباشرة إلى حي البلديات الفلسطيني في بغداد، قتلوا أهله وهجروهم إلى 4 مخيمات: مخيم الوليد والتنف والهول والرويشد. لم تستقبلهم إلا تشيلي والبرازيل. أما الدعم الأخير كان بحصار المخيمات الفلسطينية في سوريا، كانت تخدم الكيان. أول حصار كان في مخيم اليرموك ومخيم فلسطين ومخيم درعا ومخيم حمص ومخيم الرمل في اللاذقية. قتلوا وشردوا أكثر من 500 ألف فلسطيني. هذه هي حقيقة الدعم الإيراني للفلسطينيين. هذه هي حقيقة إيران. لعن الله الخميني الذي بفتوى منه قتل الشعب الفلسطيني في المخيمات اللبنانية. لعن الله الخميني الذي حوصرت وقتل الشعب الفلسطيني في سوريا بأوامره. لعن الله كل من يوالي إيران ويقف مع إيران ويطالبنا أن نقف مع إيران لأن صواريخها هي انتقام لأهل غزة. كيف هذا وهي 4 سنوات غزة تذبح ويقتل أهلها ويشردون؟ أين كانت هذه الصواريخ عنهم؟ إنهم مجرمون. مشروعهم صفوي استئصالي يريد أن يستأصل أهل السنة كمشروع الصهيوني اليهودي الذي يريد اجتثاثنا من المنطقة. هم الاثنين عدو لنا. اللهم لعنهم واجعل بأسهم بينهم شديد. അനിൽ ഇതൊന്നും കാണ്, ഒന്ന് കണ്ണ് തുറന്നു വെച്ച് കാണ്. സത്യത്തോട് കുറച്ചെങ്കിലും കൂറുണ്ടെങ്കിൽ, നീതിബോധമുണ്ടെങ്കിൽ, കാരുണ്യമെന്നൊരു വികാരം മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണ്. ഈ ഫലസ്തീനികളോട് ഇറാനികൾ ചെയ്ത ക്രൂരതകൾ, ഷിയാക്കൾ ചെയ്ത ക്രൂരതകളാണ് ഈ പറയണത്. ഓരോ അഭയാർത്ഥി ക്യാമ്പുകളിലും ഇവർ നടത്തിയ തോന്യാസങ്ങള്, ഫലസ്തീനികളെ എല്ലാ നിലക്കും ഉപരോധത്തിലാക്കിയിട്ട് അവർ വിശന്നിട്ട് മരത്തിന്റെ ഇലകൾ തിന്നാൻ നിർബന്ധിതരായി എന്നാ പറയണത്. വിശപ്പ് സഹിക്കാനാകാതെ പൂച്ചകളെ കൊന്നു നിന്നു ഫലസ്തീൻ അഭയാർത്ഥികൾ. ദാഹം സഹിക്കവയ്യാതെ സ്വന്തം മൂത്രം എടുത്തു കുടിച്ചു. മാത്രമല്ല, ഫലസ്തീനികളെ കൊല്ലുന്നവർ സ്വർഗത്തിൽ പോകുമെന്ന് അവിടെയുള്ള തെരുവുകളിലെ ചുമരുകളിൽ ഈ ഷിയാക്കൾ എഴുതി വെച്ചു. അത് കേട്ട് ആവേശം കൊണ്ട്, അത് വായിച്ച ആവേശം കൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇരച്ചു കയറി പല ഫലസ്തീനികളെയും കൂട്ടക്കുരുതികൾക്ക് ഇരയാക്കി ഈ ഷിയാക്കള്. ഇതൊക്കെ ലോകത്ത് നടന്നതാ. ഇദ്ദേഹം ചോദിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. ആ ചോദ്യം അനിലടക്കമുള്ള ഇഖ്വാനിസവും ഷീസവും തലയിൽ പേറി നടക്കുന്ന വിവരദോഷികളുള്ള ചോദ്യമാണ്. ആ ചോദ്യം എന്താണെന്ന് അറിയുമോ? ഇറാനെ പിന്തുണക്കുകയും ഇറാന്റെ മിസൈലുകൾ ഗസക്ക് വേണ്ടിയുള്ളതാണെന്ന് വാദിക്കുകയും ചെയ്യുന്നവർ ഇതൊന്നും കാണുന്നില്ലേ, അറിയുന്നില്ലേ എന്നാണ് ചോദ്യം. നിങ്ങൾ എങ്ങനെ കാണും? നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഈ ശീസം എന്ന പിഴച്ച സാധനം കുത്തിക്കയറ്റി വെച്ചേക്കില്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സത്യം മനസ്സിലാവോ? ഇദ്ദേഹം പറയുന്നുണ്ട്, ഖുമൈനിക്കുമേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇറാനും ഖുമൈനിയും നെതന്യാഹുവും സയനിസ്റ്റുകളും നമ്മുടെ ശത്രുവാണ്. അത് അനുഭവിച്ചവർ പറയും ഞങ്ങളെ നിലപാടതാണ്. ഞങ്ങൾ ഇസ്രായേലിന്റെ ആളുകളല്ല, അമേരിക്കന്റെ ആളുകളല്ല. ഞങ്ങൾ ഇറാനെയും ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരുപോലെയാണ് കാണുന്നത്. എല്ലാവരും മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്. മനസ്സിലായോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 3 തമ്മാടികളും തെരുവിൽ കിടന്ന് തമ്മിൽ തല്ലി ചാകുമ്പോൾ അതിൽ പോയിട്ട് ഇറാന്റെ ആൾക്കാർ പറഞ്ഞാൽ നമ്മളെ മുസ്ലിം നാമധാരികളല്ലേ, ഓല് നമ്മളെ ആൾക്കാരാന്ന് പറഞ്ഞ് കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലല്ലോ. അതാണ് ഈ പറഞ്ഞത്. നിങ്ങൾ കുറച്ച് ഫലസ്തീൻ സ്നേഹികളുണ്ട് ഇവിടെ. ഫലസ്തീനും വേണ്ടി ഇങ്ങനെ മുതലക്കണ്ണീര് ഒഴുക്കുന്നതിന് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളെ കരച്ചിലിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തോ നിങ്ങളെ ഫലസ്തീനികളുള്ള സ്നേഹം. ഇവിടെ നിങ്ങളെ കണ്ണീരെന്ന് പറഞ്ഞാൽ വെറും മുതലക്കണ്ണീരാണ്. ഈ സിനിമാ നടന്മാര് ഗ്ലിസറിൻ തേച്ച് കണ്ട് കരയണ ആ കണ്ണുനീരിന്റെ വില പോലും നിങ്ങളെ കണ്ണീരിന് ഞങ്ങൾ കാണുന്നില്ല എന്ന്. മനസ്സിലായോ? ഈ തമിഴ്നാട്ടിലുണ്ടല്ലോ, ഈ മരണ വീട്ടിൽ കരയാൻ വേണ്ടി ആളുകൾ പൈസ കൊടുത്ത് കൊണ്ടുവരും. ആ കരച്ചിലിന്റെ മാന്യത പോലും ഞങ്ങൾ നിങ്ങളെ കരച്ചിലിന് കാണുന്നില്ല. ആ കരച്ചിലിന്റെ മൂല്യം പോലും നിങ്ങളെ കരച്ചിൽ ഞങ്ങൾ കാണുന്നില്ല.
മരണ വീട്ടിൽ പൈസ വാങ്ങിയിട്ട് കരയാൻ വരുന്ന ആളുകളോ മരിച്ച ആളുകളായിട്ട് വല്ല ബന്ധം ഉണ്ടായിട്ടാണോ, അവരോട് വല്ല സ്നേഹം ഉണ്ടായിട്ടാണോ? അല്ല, അവർ പൈസ കിട്ടുന്നു കരയുന്നു, അത്രയുള്ള അവരെ കരച്ചില്. അപ്പോൾ ഒരാൾക്ക് 500 റുപ്യ കൂലി, അങ്ങനെ 3 ആളെ കരയാൻ വന്നു. 2000 റുപ്യ എടുത്തപ്പോൾ ചില്ലറ ബാക്കി തരാൻ ചില്ലറല്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 500 റുപ്യയും കൂടി ഞങ്ങൾ കരഞ്ഞുതരാന്ന്. അത്രയുള്ളൂ നിങ്ങളെ ഫലസ്തീനും വേണ്ടിയുള്ള കരച്ചില്, അത്രേ ഞങ്ങൾ കാണുന്നുള്ളൂ. കാരണം ഫലസ്തീനികളെയും ലോകത്തുള്ള മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ ഇന്ന് തലയിലേറ്റി നടക്കുന്ന ഇറാനും ഈ ഷിയാക്കളും. സഹോദരങ്ങളെ, ഈ ഷിയാക്കളും ഇറാനും ലോകത്ത് ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് കയ്യും കണക്കില്ല. അത് ഷിയാക്കളുടെ ഉത്ഭവകാലം മുതലുണ്ട്. ഏതെങ്കിലും ഒരു പ്രധാന യുദ്ധം ഉണ്ടായിട്ട് അതിൻ്റെ പേരിൽ ചെയ്തതല്ലതെന്ന്. ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അഹ്ലുസുന്നയുടെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുക എന്നുള്ളത്, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളത്, അവരുടെ കുട്ടികളെ കൊന്നൊടുക്കുക എന്നുള്ളത്. അഹ്ലുസുന്നയാണ് ഇവർക്ക് ഇസ്രായേലിനേക്കാളും അമേരിക്കയേക്കാളും വലിയ ശത്രു. അതൊരു പല പ്രാവശ്യം പ്രഖ്യാപിച്ചതും ആ ശത്രുത പല പ്രാവശ്യം ഇവർ വെളിവാക്കിയതും പ്രകടിപ്പിച്ചതുമാണ്. കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങള്, നെഞ്ചു പിളർക്കുന്ന, ഹൃദയം പിടക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു ഈജിപ്ഷ്യൻ TV ചാനലിൽ ഒരു പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇറാഖിലെ ഒരു സാധുവായ ഒരു സുന്നി മനുഷ്യൻ ഈ ചാനലിലേക്ക് വിളിച്ചുകൊണ്ട് അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇറാഖിലെ സുന്നികൾ ഈ ഷിയാക്കളിൽ നിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊടും പീഡനങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ TV ചാനലിനോട് വിവരിക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. عليكم السلام ورحمة الله وبركاته. أهلا وسهلا أخ عبد الكريم من العراق. تفضل. تحية لك أخي الفاضل وتحية للشيخ الزغبي محمد. اسمحوا لي أنا بصراحة يعني منذ زمن أحاول أن أتصل بكم ولا أستطيع، والآن قدر الله عز وجل. يا أخوة تفضل. أنا من بغداد، أناديكم من بغداد. ماذا أصابك يا بغداد بالعين؟ ألست قد كنت يوما قرة العين؟ أنا أناديكم من العراق يا خليلي، هل في مصر عين حزينة تبكي على بغداد لعلي أعينها؟ يا شيخ محمد، أنا كنت معتقلا عند آلاف من أهل السنة رجالا ونساء، وحملوني أمانة، قالوا لو نفد من أهل الإسلام من ينصرنا استنجد بروسيا، استنجد بأي إنسان ينقذنا. حملت نساؤنا سفاحا في السجون، قتل أهل السنة ومحمدا ونبيا، حرقت اللحى يا شيخ، وضع في أدبار الشيوخ. طلب مني أن أحكي نكتة على أم عائشة وعلى أبي بكر، فأبيت فبصقوا في وجهي، فوضع النجاسة على لحيتي. انقذوا أهل السنة ومحمدا ونبيا وإسلاما. حملت نساؤنا سفاحا حملت انقذوا أهل السنة، انقذوا أطفال أهل السنة. جعلونا في الشوارع، حرقونا لأجل عمر وبكر وعثمان، وما زلنا من أصحاب رسول الله ونحن قالوا احكي لنا نفتح عن عائشة، قلنا لا، فقطعوا أصابعنا وقلعوا أظافرنا. يا شيخ إني أحملك أمانة، اللهم اشهد إني بلغت. رأيت فتاة تغتصب وتقول والله أنا باكر، والله أنا حافظ القرآن، ثم قالت تنادي من يذهب إلى رسول الله ويقول عز الرجال عز الرجال، لأني فقط ابني اسمه عمر وبنت اسمها عائشة. لقد حرقوا طفلا بالجرد ووضعوا عليه البصل لأن اسمه عمر، عمره 3 سنوات وقدموه لأبيه. ماذا؟ اللهم اشهد. الله تنقذنا، هل من مغيث أما من معتصم يغيث أما من ابن تيمية أو പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം നുറുങ്ങുന്നില്ലേ? നിങ്ങളുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണീരൊഴുകുന്നില്ലേ? ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കരച്ചിലെടുക്കാൻ കഴിയാതെ പല പ്രാവശ്യം ഇതിന്റെ റെക്കോർഡിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. അത്രത്തോളം ഹൃദയഭേദകമാണ് ഈ സംഭവങ്ങൾ. ഇറാഖിലുള്ള അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഈ ഷിയാക്കളുടെ കൊടും പീഡനത്തിന് ഇരയായൊരു സഹോദരൻ, ഈ TV ചാനലിലേക്ക് നിരന്തരമായി വിളിക്കാൻ ശ്രമിച്ച് ഒരുപാട് കാലത്തിന് ശേഷം വിളിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ സങ്കടങ്ങളും രോദനങ്ങളും വേദനകളും കെട്ടഴിക്കണം. അദ്ദേഹം നെഞ്ചുപൊട്ടിക്കരയാണ് അദ്ദേഹം. അത് കേവലം ഒരു കരച്ചിലല്ല സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഉള്ളുപൊട്ടുന്ന വിലാപമാണത്, ആർത്തനാദമാണത്. ഇവിടെ ഫലസ്തീനികൾക്കും വേണ്ടി മുതലക്കണ്ണീര് വെക്കുന്ന ആളുകളൊന്ന് കാണുന്നത്.
ഈ ഇറാഖിലെ സുന്നികളോട് ചെയ്ത ക്രൂരതകളാണ്. എന്താ ഫലസ്തീനിൽ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ? ബാക്കിയുള്ളിടത്തുള്ള മുസ്ലിങ്ങളില്ലേ? ഈ ഫലസ്തീനികളെ അവിടെ പോയി ഇസ്രായേൽ ബോംബിട്ടാൽ നിങ്ങൾക്ക് വേദന ഉള്ളൂ? ആ ഫലസ്തീനികൾ അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ താമസിക്കുമ്പോൾ അവിടെ പോയി ഈ ഷിയാക്കൾ കൂട്ടക്കൊല നടത്തി നിങ്ങൾക്ക് വേദന ഒന്നുമില്ല? നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് കാട്ടുകള്ളന്മാരാണ് ഇവിടുത്തെ യഹ്വാനികളും അവരെ പേര് നടക്കുന്ന ആളുകളും. മനസ്സിലായോ? അവർക്ക് മുസ്ലിങ്ങളോട് ഒരു കൂറുമില്ല. അപ്പൊ എന്താണ് ഈ സഹോദരൻ പറയുന്നത്? ഇവിടെ ആയിരക്കണക്കിന് വിശ്വാസികളെ തടവിലാക്കിയിരിക്കുന്നു, എന്നിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കാൻ മുസ്ലിം രാജ്യങ്ങളിൽ ആരുമില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കൾ ഇവരോട് പറയണത്രേ, നിങ്ങൾക്ക് മുസ്ലിം രാജ്യങ്ങളിൽ സഹായിക്കാനില്ലെങ്കിൽ റഷ്യനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിനോടോ സഹായം തേടിക്കോളൂ. എടോ, നിങ്ങൾ ഞങ്ങളോട് പറയണ്ടല്ലോ, ഈ ഫലസ്തീനികൾക്കും വേണ്ടി അറബ് രാജ്യങ്ങൾ അവിടെ പോയിട്ട് ഇസ്രായേലിനോട് എന്താ യുദ്ധം ചെയ്യാത്തത്, അമേരിക്കയോട് എന്താ യുദ്ധം ചെയ്യാത്തതെന്ന് പറയണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ കൊടും ക്രൂരതകൾ യമനിലും ലബനാനിലും സിറിയയിലും ഫലസ്തീനിലും അടക്കം ഇറാഖിലും അടക്കം ഈ ലക്ഷക്കണക്കിനായ സുന്നി മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടും അറബ് രാജ്യങ്ങൾ ഈ ഷിയാക്കൾക്കെതിരെ തിരിയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? അറബ് രാജ്യങ്ങൾ സായുധപരമായും എല്ലാ നിലക്കും ദുർബലരാണ്. ഇപ്പൊ അമേരിക്കയോടും ഇസ്രായേലിനോടും പൊരുതി നിൽക്കുന്ന ഇറാൻ സായുധ ശക്തിയാണ്. അവരോട് ആ നിലയ്ക്ക് എതിർക്കാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ആരെയും ചോദിച്ചോ, ഈ സിറിയയിലും മറ്റുള്ള രാജ്യങ്ങളും സുന്നികളെ കൊന്നൊടുക്കുന്ന ഈ ഇറാനെതിരെ എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ശബ്ദിക്കുന്നില്ല? നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ എന്താ ചോദിക്കാത്ത? എന്നിട്ട് ആ സഹോദരൻ, ആ അബ്ദുൽ കരീം എന്ന് പേരുള്ള സഹോദരൻ, അദ്ദേഹം വയസ്സനായ ഒരാളാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ വേദനകളും യാതനകളും രോദനങ്ങളും എല്ലാം ഈ TV ചാനലിന് മുമ്പിൽ അദ്ദേഹം തുറന്നു പറയുകയാണ്. അദ്ദേഹം പറയാം, ഞങ്ങളുടെ സ്ത്രീകളെ അവർ ഗർഭിണികളാക്കി, അവരുടെ താടിക്ക് തീയിട്ടു, പ്രായമായ ആളുകൾ അവർ തെരഞ്ഞുപിടിച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്നു, ആയിരക്കണക്കിന് ആളുകളെ അവർ കൊന്നു തള്ളുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ ആയിഷ ബീവിയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും തെറി പറയാൻ അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. ഞങ്ങൾ എന്തിനാണ് ഇനി ജീവിക്കുന്നത്? ഉമറെന്നും ഉസ്മാൻ എന്നും പേരുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് തെരുവിലിട്ട് പച്ചക്ക് ചുട്ടുകൊല്ലുന്നു. ആയിഷ ബീവിയെ കുറിച്ച് മോശമായി പറയാൻ അവർ ആവശ്യപ്പെടുന്നു. വിരലുകൾ വെട്ടിമാറ്റുന്നു, നഖങ്ങൾ പിഴുതെടുക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് സഹോദരങ്ങള്, നിങ്ങൾ കേൾക്കണതും. നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഞാനത് കേൾക്കുമ്പോൾ പല പ്രാവശ്യം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇവർ ക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോൾ ആ പെൺകുട്ടി പറയാണ്, എന്നെ വെറുതെ വിടൂ, ഞാൻ കന്യകയാണ്, ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളത്താണ്. ഈ തമ്മാടികൾക്ക് എന്ത് ഖുർആൻ, ഈ തമ്മാടികൾക്ക് എന്ത് ദീന്, ഈ തമ്മാടികൾക്ക് എന്ത് ഇസ്ലാം? ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടി ഈ ഇറാനും ഷിയാക്കളും തന്നെയാണ്. 1000 പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നു. ആർക്കാണോ ചൊറിച്ചില്? നിങ്ങളങ്ങോട്ട് ചൊറിയും. തീർന്നില്ല സഹോദരങ്ങള്. ഈ സഹോദരൻ പറയാണ്, എന്റെ മകന്റെ പേര് ഉമർ എന്നായതുകൊണ്ടും എന്റെ മകളുടെ പേര് ആയിഷ എന്നായതുകൊണ്ടുമാണ് അവരെന്നെ ഇത്രത്തോളം പീഡിപ്പിച്ചത്. മാത്രമല്ല സഹോദരങ്ങള്, 3 വയസ്സുള്ള ഒരു കുട്ടിയെ ആ കുട്ടിയുടെ പേര് ഉമർ എന്നായതുകൊണ്ട് അടുപ്പിലിട്ട് കൊന്നു എന്ന് പറഞ്ഞ, ചുട്ടുകൊന്നു. അവസാനം അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ? ഈ ഷിയാക്കളെ തടയാൻ ഒരു ഇബ്നു തൈമിയ്യ ഇനി വരില്ലേ എന്നാ ചോദിക്കുന്നത്. മനസ്സിലായോ? ഷിയാക്കൾക്ക് ഇബ്നു തൈമിയ്യയോടും സലഫിയോടും വിരോധം എന്താ കാര്യം എന്നുള്ളത്? ഇതാണ് വിഷയം. അതുതന്നെയാണ് ഈ ഷീസം തലയിൽ പേറിയ ആളുകൾക്ക് ഇവിടുത്തെ സലഫികളോടുള്ള വിരോധത്തിന്റെ കാരണം. സഹോദരങ്ങള്, ഈ ഇറാഖിലെ സദ്ദാം ഹുസൈൻ ഭരണകൂടത്തെ തകർത്തിട്ട് അവിടെ ഷിയാക്കൾ അധികാരത്തിൽ വന്നല്ലോ. ആ ഷിയാക്കൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ പീഡനങ്ങളാണിത്. അവിടുത്തെ സുന്നികളെ തെരഞ്ഞുപിടിച്ച് നടത്തിയ കൂട്ടക്കശാപ്പുകൾ. എന്നിട്ട് സദ്ദാം ഹുസൈനെ പുറത്താക്കിയിട്ട് ഷിയാക്കൾക്ക് ഭരണം കൊടുക്കാൻ സഹായിച്ച ഈ അമേരിക്കയോട് ഇവർ പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. ഏത് അമേരിക്കയോട്? സാമ്രാജ്യത്വ ശക്തികളായ അമേരിക്കയോട്, ഫലസ്തീനിൽ കൂട്ടക്കൊല നടത്തുന്ന അമേരിക്കയോട്, ഇസ്രായേലിനോട്. ഇവർ വലിയ സാമ്രാജ്യത്വ വിരോധികളുള്ള കണ്ടോളി. ഇവർക്ക് സാമ്രാജ്യത്വ ശക്തികളുടെ അടിമത്തം. شكرا سيادة الرئيس على إتاحة هذه الفرصة. شكرا للشعب الأمريكي على تعاطفه مع محنة الشعب العراقي ومساعدته في التخلص من الدكتاتورية وإقامة الديمقراطية في العراق. Thank you very much, Mr. President, for allowing me this opportunity to meet with you. I would like to take this opportunity also to thank the American people and their sympathy toward Iraq, those who helped Iraq to get rid of a brutal dictatorship and to enjoy freedom and liberty. Thank you, sir. Thank you all. ഇതെന്താണെന്നറിയോ? അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് W. ബുഷ് അച്ചങ്ങായിനോട് ഇറാഖിലെ അറിയപ്പെട്ട ഷിയ നേതാവ് നന്ദി പറയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് നന്ദി, ഈ അവസരം നൽകിയതിന് നന്ദി, ഇറാഖിന്റെ ഭരണം ഷിയാക്കൾക്ക് നൽകിയതിന് നന്ദി, ഏത് അവസരം നൽകിയതിന് നന്ദി? ഇതാ ഈ കാണാൻ പോകുന്ന ഇതുപോലെയുള്ള 100 കണക്കിന് സംഭവങ്ങൾക്ക് അവസരം നൽകിയതിന് നന്ദി. കണ്ടോളി ക്രൂരത.
يا قاتل الأطفال طوبى للعدا ولا أخلاق قسما برب العرش هذا عهدنا أنا سنثأر واليمين نطاق وستدفعون دماءنا أضعافها يوم بيوم والدماء استحقاق. കണ്ടോ, ഇറാഖിലെ ഷിയ മിലിഷ്യകള് അവിടുത്തെ ഇറാഖിലെ സുന്നികളെ പിടിച്ച് കൈ രണ്ടും ബാക്കിലേക്ക് കെട്ടിയിട്ട് കണ്ണ് കെട്ടിയിട്ട് കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ബാക്കിൽ നിന്ന് മെഷീൻ കണ്ടുകൊണ്ട് വെടിവെച്ച് നിര വെടിവെച്ച് കൊല്ലുകയാണ്. ഈ അവസരം നൽകിയതിനാണ് ജോർജ് ഡബ്ല്യു ബുഷിനോട് നന്ദി പറയുന്നത്. ആര്? ഷിയാക്കളുടെ നേതാവ്. ഏത് ഷിയാക്കള്? ഇറാന്റെ പിന്തുണയുള്ള ഷിയാക്കള്. ഏത് ഇറാന്? അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികളോട് കടുത്ത വിരോധം വെച്ച് പുലർത്തുന്ന ഇറാനും ഷിയാക്കൾക്കും ഇറാനും അമേരിക്കയെ കണ്ടുകൂടാൻ, ഇസ്രായേലിനെ കണ്ടുകൂടാണ്. അവരാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും 1-ാം നമ്പർ ശത്രു എന്ന്. ഇവിടെ ഒന്ന് ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ഇവർ എല്ലാ കാലത്തും അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അമേരിക്കയും ഇസ്രായേലിനെയും വേണ്ട രീതിയിൽ ഉപയോഗിച്ച ആൾക്കാരാണ്. മനസ്സിലായോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലിപ്പിട്ടിട്ടുണ്ട്. അഹമ്മദ് നജാദ് ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞ ഡയലോഗ്, നമ്മൾ അമേരിക്കനെ പല പ്രാവശ്യം സഹായിച്ചിട്ട് ഇപ്പോൾ ഒരു നന്ദി കാണിക്കണില്ല എന്ന്. സഹോദരങ്ങളെ, ഈ തമ്മാടികൾ, ഈ ലോകതമ്മാടികൾ, ഈ ഷിയാക്കൾ എന്ന ലോകതമ്മാടികൾ, ഇത് ഇവിടെ മാത്രം സംഭവിച്ചതാണോ? ഇറാഖിൽ മാത്രം സംഭവിച്ചതാണോ? ഫലസ്തീനിൽ മാത്രം സംഭവിച്ചതാണോ? യമനിൽ മാത്രമാണോ? ലോകത്ത് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ ഇവരുടെ ഈ നരനായാട്ട് ഇവർ നടത്തിയിട്ടുണ്ട്. ഇവർ ചെയ്യുന്നത് തുല്യതയില്ലാത്ത ക്രൂരതകളാണ്. സിറിയയിലെ പൗരന്മാരെ പിടിച്ചുകൊണ്ടേറ്റ് ഇവർ ചെയ്യുന്ന ഒരു ക്രൂരത കണ്ടു നോക്കി. كل سوري عندك موالي للجولان ومع الجولاني كلاب. انتو اشهد ان علي ولي الله. انتو سنة كلاب. انتو سنة كلاب. اشهد ان علي سنة كلاب. ولي الله. ولي الله. سب عمر وعائشة. عمر وعائشة والجولاني. انت ولا وانت من هو الجولاني عائشة. എന്താണ് ചെയ്യുന്നത്? പാവപ്പെട്ട ആളുകളെ പിടിച്ചുകൊണ്ടുപോയിട്ട് കയ്യൊക്കെ ബാക്കിൽ കെട്ടിയിട്ട് തോക്കിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറയടാ പട്ടികളെ എന്നാ പറയണത്. പട്ടികള് അലിക്ക് ഷഹാദത്ത് അലിക്ക. ഷിയാക്കൾ ചെയ്യുന്ന ക്രൂരതയാണ്. മാത്രമല്ല നമ്മുടെ ആയിഷ ബീവിയെ കുറിച്ച് തെറി പറയിപ്പിക്കുക. ആയിഷ ബീവിയോട് തെറി പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് മുഖത്തേക്ക് ചവിട്ടുക. ആര്? ഈ ഷിയാക്കള്. ലോക മുസ്ലിങ്ങളുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഇറാന്റെ സന്തത സഹചാരികളായ ഷിയാക്കള്. ലോക മുസ്ലിങ്ങളുടെ സ്നേഹത്തിന്റെ കോലാണ് ഈ കാണുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിന്നതല്ല. ഇവർ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും, ഇവർക്ക് കടന്നു കയറാൻ പറ്റിയ മുസ്ലിം രാജ്യങ്ങളിൽ മുഴുവനും ഇവർ ഈ കൂട്ടക്കുരുതിയും കൂട്ടക്കശാപ്പും കൂട്ടബലാത്സംഗവും എല്ലാം നടത്തിയിട്ടുണ്ട്. ഈ തമ്മാടികൾ, ഈ ഷിയാക്കൾ എന്ന് പറയുന്ന തമ്മാടികൾ, ഈ കാംനയുടെ വളർത്തുപട്ടികൾ, ഈ തമ്മാടികൾ എല്ലാ രാജ്യങ്ങളിലും, അഹ്ലുസുന്നയുടെ എല്ലാ രാജ്യങ്ങളിലും ഈ തമ്മാടികൾ തോന്നിവാസങ്ങൾ കാണിച്ചിട്ടുണ്ട്. യമനിൽ അറിയപ്പെട്ടൊരു യൂട്യൂബറായ ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക. إن كنت أفغانيا في إيران هي من أدخلت الاحتلال الأمريكي إلى كابول ودمرت أفغانستان. وإن كنت عراقيا في إيران أبادت الشعب العراقي وساعدت الاحتلال الأمريكي، بل وساندتها إسرائيل لضرب المنشآت النووية في الثمانينات. وإن كنت سوريا في إيران هي من دعمت النظام البائد لقتل وتشريد وتهجير الآلاف بل والملايين من أبناء سوريا الأبرياء. وإن كنت لبنانيا فإيران هي من اغتالت زعيمك رفيق الحريري وقوضت حكومتك ونشأت الميليشيات المسلحة وأسمتها بحزب اللات لتنخر عظام دولتك وتجعل لبنان مجرد ميناء إيراني على البحر المتوسط. وإن كنت يمنيا في إيران هي من دمرت بلدك عن بكرة أبيها ودعمت الانقلاب الغاشم وسلحت الميليشيات الحوثي الإرهابية لتجعل بلدك مجرد ميناء إيراني على البحر الأحمر. وإن كنت جزائريا فبشهادة رئيس الحكومة السابق رحمه الله أحمد غزالي كان لإيران ضلوع في دعم الإرهاب في أيام التسعينات في العشرية السوداء. وإن كنت فلسطينيا في إيران هي من دعمت حركة فتح لتنشك على الصف الفلسطيني في غزة. وإن كنت مع الأقصى فإيران لا تؤمن بهذا، فإن ما هو على الأرض هو مجرد شماعة وإن الأقصى هو في السماء. ഇത് കേരളത്തിലെ 4 സലഫികൾ പറഞ്ഞ വർത്താനൊന്നുമല്ല അനിലേ. നിങ്ങളെപ്പോലെയുള്ള ഈ ഷീയത്തും ഇഖ്വാനിയത്തും തലയിൽ കയറിയ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ.
ലോകത്തുള്ള മഹാഭൂരിപക്ഷം സുന്നികളായ ആളുകളുടെ നിലപാട് ഇതാണ്. ഇതേ ഓരോന്ന് എണ്ണി പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ തകർത്തതും അവിടെ അമേരിക്കൻ അധിനിവേശം കൊണ്ടുവന്നതും അഫ്ഗാനിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയതുമെല്ലാം ഇറാനാണ്. ഇറാഖി ജനതയെ കൊന്നൊടുക്കിയതും അമേരിക്കൻ അധിനിവേശം ഇറാഖിൽ കൊണ്ടുവന്നതും അമേരിക്കയെ സഹായിച്ചതും ഇറാനാണ്. ഇറാഖിലെ ആണവ നിലയങ്ങൾ തകർക്കാൻ അവർ ഇസ്രായേലിനെ കൂട്ടുപിടിച്ചു എന്നാണ് പറയണത്. ആര്? ഇറാന്. ഒരു വലിയ ഇസ്രായേൽ വിരുദ്ധരാണല്ലോ. ലക്ഷക്കണക്കിന് സിറിയക്കാരെ കൊന്നൊടുക്കിയതും നാടുകടത്തിയതും ഇറാനാണ്. ലെബനനിലെ അവരുടെ നേതാവിനെ കൊന്നതും അവിടെ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന വളർത്തിയതും ഇറാനാണ്. യമനിനെ ഒന്നാകെ തകർത്തതും അവിടെ ഹൂതി തീവ്രവാദികളെ വളർത്തിയതും ഈ ഇറാനാണ്. അടിവരയിട്ട് മനസ്സിലാക്കി വെച്ചോ അനിലെ, ഫലസ്തീൻ ജനതയെ ഭിന്നിപ്പിച്ചതും ഗസയെ വിള്ളലുണ്ടാക്കിയതും ഈ ഇറാനാണ്. ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ മസ്ജിദുൽ അഖ്സക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത്, ഫലസ്തീന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ, ഓർത്തോളൂ, നിങ്ങൾ കരുതുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇറാന് ഈ ഫലസ്തീനെ കുറിച്ചോ മസ്ജിദുൽ അഖ്സയെ കുറിച്ചോ യാതൊരു താല്പര്യവുമില്ല. അവരുടെ വിശ്വാസപ്രകാരം യഥാർത്ഥ അഖ്സ പള്ളി എന്ന് പറഞ്ഞാൽ അത് 4-ാം ആകാശത്താണ് അവരുടെ വിശ്വാസം. അവർ ഫലസ്തീനിലെ സുന്നികളെ സഹായിക്കുമെന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ മാറ്റാൻ സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ഇങ്ങനെ എണ്ണി കാണിച്ചപ്പോൾ അനിൽ മുഹമ്മദിന് അതിന് മറുപടി ഒന്നുമില്ല. ഒരു മറുപടി എന്നുള്ള കോലത്തിൽ ഒരു മറുപടിയായിട്ട് വന്നാണ് 9 മിനിറ്റുള്ള ക്ലിപ്പ്. എന്നിട്ട് അതിൽ അയാൾ പറഞ്ഞ ഈ വീഡിയോനെ കുറിച്ച്, ഞാൻ അതിലിട്ട തെളിവുകളെ കുറിച്ച് മൂപ്പർ പറഞ്ഞ രസകരമായ ഒരു ആരോപണം ഉണ്ട്. അതൊന്ന് കേട്ടോളി. അമീർ ഇതിനകത്ത് ഒത്തിരി വീഡിയോ ക്ലിപ്പുകൾ പലതും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എൻ്റെ അമീറെ, അമേരിക്കക്കാരൻ ഒരു രാജ്യത്തെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ എത്ര വീഡിയോ ക്ലിപ്പ് വേണം? ഐസിസിൻ്റെ എത്രയോ വീഡിയോ ക്ലിപ്പ് ഇറങ്ങി. ഈ ഐസിസും അൽ ഖ്വയ്ദയും ഒക്കെ ആരുടെ സൃഷ്ടിയായിരുന്നു? നിങ്ങളെ വിമർശിക്കുന്ന കുറേ ആളുകൾ പറയുന്നുണ്ട് ഐസിസ് ഒക്കെ സലഫികളായിരുന്നു, അവരും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരുപാട് ക്ലിപ്പുകൾ ഇറങ്ങും. ഏത് രാജ്യത്തെയാണോ അവർ ഉന്നം വെക്കുന്നത് ആ രാജ്യത്തെ അപമാനിക്കാൻ വേണ്ടി എന്തെല്ലാം ക്ലിപ്പുകൾ ഇറങ്ങും. ഇയാൾ ഇത്ര നീതിബോധമില്ലാത്തൊരു മനുഷ്യനായി പോയല്ലോ. എനിക്ക് ഇയാളൊരു മതിപ്പുണ്ടായിരുന്നു, ഞാൻ ഇയാളും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു. അത് ഞാൻ വരുന്നുണ്ട് ലാസ്റ്റിക്ക്. മൂപ്പരെന്നെ പറയണ്ടല്ലോ അമീറും ഞാനും തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. അതൊക്കെ ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. ഞാൻ വിചാരിച്ചിരുന്നു ഇയാളെ കുറിച്ച് നീതിബോധം ഉണ്ട്, ഇയാളുടെ നിലപാടൊക്കെ സത്യത്തിന് വേണ്ടിയായിരിക്കും എന്നതാണ് ഞാൻ ഇയാൾക്ക് ഇടപെട്ടത്. ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. ഈ കണ്ട ക്ലിപ്പുകൾ, ഈ TV ചാനലുകൾ, പല രാജ്യങ്ങളിൽ വന്ന TV ചാനലുകളിൽ വന്ന വാർത്തകൾ, പല രാജ്യങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകരും പത്രപ്രവർത്തകരുമായ ആളുകൾ, പൊതുപ്രവർത്തകർ, അറിയപ്പെട്ട പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എണ്ണി ഇങ്ങനെ പറയണേ. ഇറാന്റെ ക്രൂരതകളെക്കുറിച്ച് സിറിയയിലും ലെബനനിലും യമനിലും ഫലസ്തീനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അൾജീരിയയിലും ഇവർ നടത്തിയ കൈക്കടത്തലുകളും അവിടെ ഉണ്ടാക്കിയ കലാപങ്ങളും കൂട്ടക്കൊലകളും ഇത് ഓരോ രാജ്യക്കാരായ ആളുകൾ അനുഭവിച്ച ആൾക്കാരിങ്ങനെ പറയാം. എന്നിട്ട് ഇയാൾ പറയാം അതൊക്കെ അമേരിക്കയുടെ സൃഷ്ടിയാണ്. ആരെ? ഇറാനെ മോശപ്പെടുത്താൻ വേണ്ടി അമേരിക്ക ഉണ്ടാക്കിയ സൃഷ്ടിയാണ്. നിങ്ങൾ ആരോട് ഈ വെള്ളപൂശണത്? ഇറാന് ഈ ഭൂലോക തമ്മാടികളായ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൂരന്മാരായ ഈ ഷിയാക്കളെ നിങ്ങൾ വെള്ളപൂശണത്? എടോ, ടാറും വീപ്പൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റ് വാഷാണ് കറക്കാന്നല്ലാതെ ടാറും വീപ്പുണ്ട് വെളുക്കണ്. നിങ്ങൾ ഉപ്പെടുക്കണ പണി അതാണ്, മനസ്സിലായോ? ഇതൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് എന്നെ വെച്ചിട്ടൊരു ഉദാഹരണം, ഇപ്പൊ അമീറിനെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അമീറിന്റെ പക്ഷത്ത് നിൽക്കാൻ ഞങ്ങൾ നിൽക്കും, അതിന്റെ കാരണം ഇന്നതാണ്, കേട്ടോളി. നമ്മളിപ്പോൾ ഒരു സംഭവം വരുമ്പോൾ അമീറെ, നിങ്ങളൊരു വിയോജന വിദ്വേഷവാദി, ഹലാലായ വിയോജന വിദ്വേഷവാദിയായി നിങ്ങൾ മാറരുത്. അതല്ല ഒരു മുസ്ലിം. എനിക്കിപ്പം അമീറിനെ ഒരാൾ ആക്രമിക്കുമ്പോൾ എനിക്ക് അമീറിന്റെ പക്ഷത്ത് നിൽക്കാൻ 2 കാര്യങ്ങൾ മതി. ഒന്ന്, അമീർ ഒരു മനുഷ്യനായിരുന്നാൽ മതി. 2, അമീറിന്റെ പക്ഷത്താണ് നീതി എന്നുള്ളത് മതി. അമീർ ആരും ആയിക്കോട്ടെ, അമീർ വിസ്ഡം ഗ്രൂപ്പുകാരനായിക്കോട്ടെ, KNM-കാരനായിക്കോട്ടെ, സുന്നിക്കാരനായിക്കോട്ടെ, കാന്തപുരം AP വിഭാഗം ആയിക്കോട്ടെ, എന്ത് വിഭാഗം ആയിക്കോട്ടെ, ഇവിടെയും അതാണ് പോയിന്റ്. എങ്ങനെയുണ്ട് മൂപ്പര് ന്യായം? മൂപ്പര് എനിക്കിട്ട പേരാട്ടോ, എന്താണ്? ഹലാലായ വിയോജന വിദ്വേഷവാദി എന്നോ. എനിക്ക് കൃത്യം മനസ്സിലായില്ല എന്താ സംഗതി എന്നുള്ളത്. എന്തായാലും അൽഹംദുലില്ലാ ഹറാമായ വിയോജന വിദ്വേഷവാദി എന്ന് പറഞ്ഞല്ലോ, ഖൈർ. എന്നിട്ട് മൂപ്പര് പറയണേ, അമീറിനെ ആരെങ്കിലും ആക്രമിച്ചാൽ അമീറിന്റെ പക്ഷത്ത് നിൽക്കാൻ 2 കാരണങ്ങൾ മതി. വെറും 2 കാരണം ഉണ്ടെങ്കിൽ ഇന്ന ആരെയും ആക്രമിച്ച മൂപ്പര് നിന്റെ പക്ഷത്ത് നിൽക്കും. എന്താണ് ഒന്നാമത്തെ കാര്യം? അമീർ ഒരു മനുഷ്യനായാൽ മതി. തെറ്റ്, മിസ്റ്റേക്ക്. ഒരു ജീവിയെ ആക്രമിച്ചാൽ മനുഷ്യനാകണമെന്നില്ല. ഒരു തെരുവ് പട്ടിയെ ഒരാൾ വെറുതെ അടിക്കുകയാണ്, ഒരു പൂച്ചയായിട്ട് പീഡിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പശുവിനിട്ട് തല്ലുകയാണ്, മനുഷ്യനാകണമെന്നില്ല. ആക്രമിക്കപ്പെടുന്ന ഒരു ജീവിയായ മതി. മനുഷ്യനായാലും ഒപ്പം നിൽക്കും, അങ്ങനെയൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാരണം എന്താ? അമീറിന്റെ ഭാഗത്ത് നീതി ഉണ്ടായാൽ മതി, എന്നാ പിന്നെ അമീറിന്റെ പക്ഷത്ത് നിൽക്കാന്നാ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയ നീതി?
ഞാൻ ആക്രമിക്കപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം എൻ്റെ പക്ഷത്ത് നീതി ഉണ്ടാവില്ല. ഇപ്പൊ അമീറിനെ കുറെ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി തെരുവിലിട്ട് അടിക്കുകയാണ്. അതിന് കാരണം ഉണ്ടാകും അന്വേഷിക്കണ്ടേ. എന്തുകൊണ്ടാണ് അമീർ ആക്രമിക്കപ്പെടുന്നത്? അമീർ ഇതുപോലത്തെ വല്ല തമ്മാടിത്തും ക്രൂരതകളും മറ്റാരുടെയും ചെയ്തിട്ടുണ്ടോ? ആ ചെയ്ത ആളുകളുടെ ബാക്കിയുള്ള ആളുകളാണോ അമീറിനെ ആക്രമിക്കുന്നത്? ഇതൊക്കെ ആലോചിക്കണ്ടേ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ ഇന്ത്യ രാജ്യത്ത് പിടിച്ചു കുലുക്കിയ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ചൊരു സംഭവമാണ് ആസിഫ എന്ന് പറയുന്ന 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കുറെ കശ്മലന്മാർ, നരാധമന്മാർ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി, അല്ലേ? ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചൊരു സംഭവമാണത്. ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ പ്രതിഷേധവുമായി ലക്ഷക്കണക്കിന് ആളുകൾ ഇറങ്ങി, ജാതി മത വ്യത്യാസമന്യേ. 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരുപാട് കശ്മലന്മാർ ചെന്നിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞു. നമ്മളൊക്കെ ഒന്ന് ആഗ്രഹിച്ചിരുന്നത് അവർക്കും അതുപോലൊരു തിരിച്ചടി കിട്ടണം. ആ തമ്മാടികൾക്ക് തക്കതായ ഒരു തിരിച്ചടി കിട്ടണം. ആ തമ്മാടികളെ ആരെങ്കിലും ഇതുപോലെ തെരുവിലിട്ട് എന്തെങ്കിലും ചെയ്തു, ഒരു മനുഷ്യത്തുള്ള ഒരു മനുഷ്യനെ ദുഃഖിക്കൂല. കാരണം അത്രത്തോളം വലിയ ക്രൂരത അവർ ചെയ്തത്. അപ്പൊ ഇറാന്റെ പക്ഷത്ത് നീതിന്റെ മാനദണ്ഡം എന്താണ്? ഇവരുടെ നീതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറാനെ ആക്രമിക്കുന്നത് അമേരിക്കയോ ഇസ്രായേലോ ആണെങ്കിൽ അവർ ഇറാന്റെ ഭാഗത്താണ് നീതി. അതെങ്ങനെ നീതി? ഈ ആക്രമിക്കപ്പെടുന്ന ഇറാന് ഇവരെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങൾ അവർ മറ്റുള്ള മുസ്ലിങ്ങൾക്ക് മേൽ മുമ്പ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ഇവർക്ക് എല്ലാ തമ്മാടുത്തും എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും അഹ്ലു സുന്നത്തിന്റെ ആൾക്കാർക്കെതിരെ എല്ലാ തമ്മാടുത്തും ചെയ്യാ. ഇവർക്കെതിരെ ആരും ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയണ നീതി എന്താണ്? നമുക്ക് മനസ്സിലാണുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ പറയണ്ടല്ലോ, ഇറാൻ ആക്രമിക്കപ്പെടുന്നു, അവരോട് അനീതി ചെയ്യപ്പെടുന്നു, അവർ നീതിയുടെ ആളുകളാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ നീതിയുടെ ആളുകൾ സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ നിലപാടെന്തായിരുന്നു? ഈ ഷിയാക്കളുടെ നിലപാടെന്തായിരുന്നു? എന്നാണ് സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടത്? ലോക മുസ്ലിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു പെരുന്നാൾ സുദിനത്തിലാണ് സദ്ദാം ഹുസൈന്റെ കഴുത്തിൽ തൂക്കുകയറ് വീണത്. മനസ്സിലായോ? ഇന്ന് മുസ്ലിങ്ങളുടെ മനസ്സിൽ ആ ദിവസം തെരഞ്ഞെടുത്തതിനെ കുറിച്ചും ആ കൊന്ന രീതിയെക്കുറിച്ചും അതിയായ പ്രതിഷേധവും നൊമ്പരവുമുണ്ട്. അന്ന് സദ്ദാമിന്റെ മരണത്തിൽ തെരുവിൽ കിടന്ന് കൂത്താടിയ ആളുകളാണ് ഇറാനിലെയും ഇറാഖിലെയും ഷിയാക്കൾ. ഇവരിന്ന് നീതിക്കും വേണ്ടി വാദിക്കുന്ന ആളുകൾ. കണ്ടോളി. അനിൽ കണ്ടോ? നിങ്ങളിന്ന് നീതിക്കും വേണ്ടി മുറവിളി കൂട്ടുന്ന ആൾക്കാർ അന്ന് ചെയ്ത കാര്യമാണിത്. സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ ഈ സാമ്രാജ്യത്വ ശക്തികളായ അമേരിക്കയുടെ കൈകൊണ്ട് ലോക മുസ്ലിങ്ങളുടെ പുണ്യദിനമായ പെരുന്നാളിന്റെ അന്ന് കൊല്ലപ്പെട്ടപ്പോൾ ഇവർ തെരുവ് കിടന്ന് കൂത്താടാണ്, ആഘോഷിക്കുകയാണ്. മനസ്സിലായോ? ആ പെണ്ണുങ്ങളൊക്കെ കണ്ടില്ല കിടന്ന് ഇങ്ങനെ റോട്ടുമ്പോൾ കിടന്നിട്ട് കൂത്താടുന്നത്. എന്തിനാണ് അവർ തെരുവിൽ കിടന്ന് ആഹ്ലാദിക്കുന്നത്? കാംനയുടെ മരോള് പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചതിന്റെ പേരിലുള്ള ആഹ്ലാദമല്ലത്. സദ്ദാം ഹുസൈനെ പെരുന്നാൾ ദിവസം തൂക്കിലെറ്റിയപ്പോ ഇവർ തെരുവ് കിടന്ന് ആഘോഷിക്കുകയാണ്. ഇതല്ലേ നിങ്ങൾ പറഞ്ഞ നീതിന്റെ ആൾക്കാർ അല്ലേ? ഇവർക്കും വേണ്ടിയല്ലേ നിങ്ങൾ വാദിക്കണത്? അപ്പൊ അനിലടക്കമുള്ള ഈ ശീസം തലയിൽ കയറി നടക്കുന്ന ഇഖ്വാനികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട നീതി അനീതിയൊക്കെ അത് നിങ്ങളെക്കാട്ടും വെടിപ്പായിട്ടും വ്യക്തമായിട്ടും ഞങ്ങൾക്കറിയാം. മനസ്സിലായോ? ഞങ്ങളുടെ നിലപാടിലൊരു ക്ലാരിറ്റി ഉണ്ടാവും സലഫികളുടെ. നിങ്ങളമാരിങ്ങനെ കോയി അരിമക്കേരിയമാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കലല്ല ഞങ്ങളെ നിലപാട്. മനസ്സിലായോ? എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം അനിലിന്റെ ഒരു ഉദാഹരണം ഉണ്ട്, കേട്ടോളി. ഞാൻ ആദ്യം മുതലേ ആവർത്തിച്ച് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ഇവർക്ക് എന്താണ് അത് മനസ്സിലാകാത്തതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഒരുപാട് ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽപ്പെട്ട പല അനുയായികൾക്കും മനസ്സിലായിട്ടുണ്ടാകും. സാമാന്യ ജനങ്ങൾക്ക് ഒത്തിരി പേർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഭവം ഈ സുന്നിയാണോ ഷിയയാണോ ജൂതരാണോ ക്രിസ്ത്യാനികളാണോ സ്വർഗത്തിൽ പോകുന്നതെന്നുള്ള ഒരു മത്സരമല്ല. അവിടെ നടക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ മറ്റൊരു രാജ്യം കടന്നാക്രമിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആ വിഷയത്തിൻ്റെ സിലബസ് അല്ല ഇവരാരും പറയുന്നത്.
അപ്പോൾ അമീർ ഒതുക്കങ്കൽ ഒരുപാട് ഇങ്ങനെ ഇറാൻ്റെ ക്രൂരതകൾ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സംഗതികളൊക്കെ വെച്ച് ഇങ്ങനെ ദീർഘമായി ഇങ്ങനെ പറഞ്ഞു പോവുക. പക്ഷേ ഈ അമീർ ഇങ്ങനെ കിടന്ന് പറയാതെ ഈ അമീറും വിസ്ഡത്തിലെ കുറച്ച് 4-5 മുതലാളിമാരും പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നെങ്കിൽ വളരെ കൃത്യമായി പറയണം, ഇറാൻ വളരെ അധാർമികവും ശരിയല്ലാത്തതും അനിസ്ലാമികവുമായ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ആ സംസ്കാരത്തിലുള്ള രാജ്യമായതുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണത്തിൽ അവർ ഈ ഭൂമുഖത്തിൽ നിന്നില്ലാതാകുന്നതാണ് ഇസ്ലാമിന് നല്ലത് എന്ന് ഖണ്ഡിതമായി അങ്ങോട്ട് പറയണം. അതിനു പകരം ഈ എന്താ പറയുന്നത് ഈ അടി കൊണ്ട് ഉപരോധത്തിൽപ്പെട്ട് വലഞ്ഞ് ജീവിക്കാൻ കഴിയാതെ രൂപയുടെ മൂല്യവും ഇടിഞ്ഞ് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ ദീനീ പശ്ചാത്തലം വിശദീകരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, എനിക്കത് അമീറിൻ്റെ ഈ ബഹളമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയതില്ല, മരണവീട്ടിൽ ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഈ മരണവീട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചല്ലേ പറയേണ്ടത്? മരണവീട്ടിൽ എന്താ ചെയ്യേണ്ടത്? ആ യുദ്ധത്തിലെ സംഭവം എന്താണ് അതല്ലേ പറയേണ്ടത്? അതിന് പകരം അവിടെ വേറൊരു തീം വെച്ച് ഭയങ്കരമായ നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ബ്രേക്ക് ഡാൻസ് അവിടെ കളിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഈ ബിസ്റ്റക്കാർ കുറേ പേര് കിടന്ന് ഇങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത ബ്രേക്ക് ഡാൻസ് അതിന് പറ്റാത്തൊരു വേദിയിൽ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് മൂപ്പര് നമ്മോട് പ്രഖ്യാപിക്കാൻ പറയണത്. ഇറാൻ എന്ന രാജ്യം ധാർമ്മികമായി വളരെ മോശപ്പെട്ട രീതിയിൽ അനിസ്ലാമികമായി ജീവിക്കുന്ന രാജ്യമായതുകൊണ്ട് അവര് അമേരിക്ക ഈ ഭൂമിയിൽ നിന്ന് അവരെ തുടച്ചു നീക്കണം എന്ന് നിങ്ങൾ ഖണ്ഡിതമായിട്ട് പറയണം എന്നുള്ളത്. ആ വിഷയത്തിൽ പറയാനുള്ളത്, ധാർമ്മികതയും അധാർമികതയോടെ നിൽക്കട്ടെ, നിങ്ങളെ ധാർമ്മികത അധാർമികത അല്ല. ഇറാന്റെ ഈ ഷിയായിസം എന്ന വിശ്വാസം എല്ലാ കാലത്തും അഹ്ലുസുന്നക്കും സുന്നികൾക്കും എതിരായി നിലപാടെടുക്കുകയും സുന്നികളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇറാൻ. ആ ഷിയാക്കൾ ഈ ഭൂമിയിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെടേണ്ടത് അഹ്ലുസുന്നയുടെ ആഗ്രഹം തന്നെയാണ്. ഖണ്ഡിതമായിട്ട് പറയണോ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങളെ നിലപാട് ഞങ്ങൾ പറയും. കാരണം ഈ ഷിയാക്കൾ എന്ന് പറയുന്ന സാധനം ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക ലോകത്തുണ്ടാക്കിയ കുഴപ്പങ്ങളും കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും കുറച്ചൊന്നുമല്ല. എത്രയോ അഹ്ലുസുന്നയുടെ ഇമാമുകളിൽ സ്വഹാബത്തിനെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ടെന്നറിയോ? ഇവിടുത്തെ സുന്നികൾ എന്ന് പറയുന്ന അഹ്ലുസുന്ന എന്ന് പറയുന്ന വിഭാഗം ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവര്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളെ സ്വഹാബത്തിനെ തെറി പറയുന്ന, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ തെറി പറയുന്ന മഹാന്മാരായ ഇമാമിങ്ങളെ കൊന്നെടുക്കുന്ന ഈ തമ്മാടികൾ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾക്ക് ആഗ്രഹിച്ചൂടെ? അതിനെന്താ തെറ്റ്? ഉപരി സങ്കടം പറയാണ്. അടികൊണ്ട് ഉപരോധത്തിൽ ഏർപ്പെട്ട് അങ്ങേയറ്റം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ ഇറാന്, ആ ഇറാൻ അമേരിക്ക വേട്ടയാടുന്ന സമയത്ത് നമ്മളെടുക്കുന്ന നിലപാട് മരണവീട്ടിൽ ബ്രേക്ക് ഡാൻസ് കളിക്കുന്നത് പോലെയാണ്. പറഞ്ഞേട്ടത്തോണം ലോകത്തിപ്പോ ഇറാന് മാത്രമേ ഉപരോധത്തിൽ പെട്ടിട്ടുള്ളൂ, ഇറാന് മാത്രമേ അടി കിട്ടിയിട്ടുള്ളൂ. ഈ ഇറാൻ കാരണം ബാക്കിയുള്ള എത്ര രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ ഇവിടെ ഉപരോധത്തിലായിട്ടുണ്ട്? എത്രയോ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അഭയാർത്ഥികളായിട്ടുണ്ട്. എത്ര ലക്ഷം മുസ്ലിങ്ങൾ കൊന്നൊടുക്കപ്പെട്ടിട്ടുണ്ട്. എത്രയായിരം മുസ്ലിം പെൺകുട്ടികൾ മാനഭംഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ജീവനോടെ ചുട്ടുകൊന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു സങ്കടം ഇപ്പം എങ്ങനെ നിങ്ങൾക്ക് വന്നു? മരണ വീട്ടിൽ ബ്രേക്ക് ഡാൻസ് കളിക്കണം. എത്ര ഏതാണ് ഈ മരണ വീട്? ഇവിടെ മരണം മുമ്പ് നടന്നിട്ടുണ്ട്. ഞങ്ങൾ പറയണത് യമനിൽ നടന്നിട്ടുണ്ട്, ലെബനനിലും നടന്നിട്ടുണ്ട്, സിറിയയിൽ നടന്നിട്ടുണ്ട്, അഫ്ഗാനിൽ നടന്നിട്ടുണ്ട്, ഇറാഖിൽ നടന്നിട്ടുണ്ട്. അവിടൊക്കെ അഹ്ലുസുന്നയുടെ ആളുകൾ കൂട്ടം കൂട്ടമായി മരണപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഈ മരണ വീട്ടിൽ ബ്രേക്ക് ഡാൻസ് എന്നുള്ള ഈ ഉപമായി എനിക്കല്ല ഏറ്റവും കൂടുതൽ ചേരുക, അനിലിനാണ് ചേരുക. കാരണം മൂപ്പരാണ് ആവശ്യമുള്ളവർത്തും ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഇരിക്കണത്. നമ്മളിവിടെ മരണ വീട്ടിൽ പോയി നമുക്ക് ഇളിക്കാൻ പറ്റുമോ? എന്നാൽ ഇയാൾ ഇളിക്കും ചിലപ്പോൾ. കാരണം ഗൗരവതരമായ ഒരു ചർച്ച നടക്കുമ്പോഴും എന്ന് പറയുന്ന ആൾക്ക് പറ്റിയ ഉദാഹരണമാണ് മരണ വീട്ടിൽ ബ്രേക്ക് ഡാൻസ് കളിക്കുക എന്ന്. നിങ്ങളെ സ്വഭാവം മരണ വീട്ടിൽ ബ്രേക്ക് ഡാൻസും അല്ല, DJ പാർട്ടി നടത്തുന്ന സ്വഭാവങ്ങൾക്ക് ഉള്ളത്. മനസ്സിലായോ? ഇതിന്റെ മൂപ്പര് അവസാനം പറയുന്നത് എന്തറിയോ? ഈ ഇറാന്റെ പറ്റി പോരാട്ടമുണ്ടല്ലോ, അതൊരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാനാണെന്ന്. കേട്ടോളി. ഒരു യുദ്ധം നടക്കുമ്പം ഒരുത്തന്റെ ചെറുത്തുനിൽപ്പെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്ന ഒരു ചെറുത്തുനിൽപ്പിന്റെ ഘട്ടത്തിൽ നിങ്ങൾ അതെല്ലാം വിട്ടിട്ട് നിങ്ങൾ എന്ത് ന്യായങ്ങളായി പറയുന്നത്? അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതൊന്നും, അമീർ ഒതുക്കങ്കൽ 58 മിനിറ്റ് പറഞ്ഞതൊന്നും ഞാനുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അപ്പൊ അമീർ ഒതുക്കങ്കൽ 58 മിനിറ്റ് സംസാരിച്ചതൊന്നും ഞാനുമായി ബന്ധപ്പെട്ട വിഷയമല്ല. പിന്നെ ഞാനാരാ? കാട്ടുകള്ളം വീരപ്പനെ കുറിച്ചാണ് ഈ സംസാരിച്ചത് മുഴുവനും. നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിലെ വിഷയമല്ല ഞാൻ ചർച്ച ചെയ്തത്. നിങ്ങളെ കുടുംബത്തിന്റെ അവസ്ഥയോ കുട്ടികളുടെ അവസ്ഥയോ ഭാര്യന്റെ അവസ്ഥ ഒന്നുമല്ല ഞാൻ ചർച്ച ചെയ്തത്. നിങ്ങളിപ്പോൾ നടക്കുന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു വിവരക്കേട് പറഞ്ഞു, അതിനുള്ള മറുപടിയാണ് ഞാൻ തന്നത്. അതെങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമില്ല എന്ന് പറഞ്ഞു മുങ്ങല്. ഇതിന് മൂപ്പര് പറയാണ് ഇറാന്റെ ഈ ചെറുത്തുനിൽപ്പുണ്ടല്ലോ, ഇതൊരു പുതിയ ലോകക്രമം സൃഷ്ടിക്കലാണ്, അപ്പൊ അതിനെ അനുകൂലിക്കണം. ഇറാന്റെ ആ പുതിയ ലോകക്രമം സൃഷ്ടിക്കലുണ്ടല്ലോ, അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സംഗതി. എന്താണ് ആ ലോകക്രമം? പുതിയ ലോകക്രമം അഹ്ലുസുന്നയുടെ ആളുകളെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുക,
പരിശുദ്ധ കഅബ അടിച്ചു പൊളിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹൂതികളെ പിന്തുണയോടുകൂടി നിരവധി പ്രാവശ്യം ഹറമിലേക്ക് മിസൈൽ വിട്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, വീണ്ടും പറയുന്നു. ഇന്ന് അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ സ്ഥാനത്ത് ലോകത്തെ 1-ാം നമ്പർ ശക്തി ഇറാൻ ആയിരുന്നുവെങ്കിൽ പരിശുദ്ധ കഅബയും ഹറമും അവർ എന്നോ അടിച്ചു പൊളിക്കുമായിരുന്നു, തകർത്ത് തരിപ്പണമാക്കുമായിരുന്നു. കാരണം പരിശുദ്ധ ഹറമിൽ ഹജ്ജിന് വരുന്ന ആ ഹാജിമാരെ കൂട്ടക്കൊല നടത്താൻ ഒരുപാട് പ്രാവശ്യം ശ്രമങ്ങൾ നടത്തിയ രാജ്യമാണ് ഈ ഷിയാക്കളും ഇറാനും. വെറുതെ പറയില്ല, കണ്ടു നോക്കി. 83 بمحاولة حجاج إيرانيون دخول المسجد الحرام وهم يحملون أسلحة نارية تم ضبطها من قبل رجال الأمن. وفي سنة 1986 قام رجال الجمارك بضبط إيرانيين قادمين لتأدية الحج وبحوزتهم مواد شديدة الانفجار. وفي سنة 1987 قام حجاج إيرانيون بإغلاق الطرقات وحرق السيارات ومنع الحجيج من تأدية مناسكهم رافعين شعارات الثورة الإيرانية. وفي سنة 1989 تورطت إيران عبر أحد دبلوماسييها بوقوع انفجارين بجوار المسجد الحرام. وفي سنة 1990 خرج حجاج إيرانيون ليتسببوا في تدافع كبير بين الحجاج ما أدى إلى وفاة 1426 حاجا. കണ്ടില്ല നിങ്ങള്? ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഇറാൻ ചെറുത്തുനിൽപ്പിലൂടെ നേടിയെടുക്കുന്ന പുതിയ ലോകക്രമം. പരിശുദ്ധ ഹറമാണ് ഇവരുടെ ലക്ഷ്യം. അവിടെ നടക്കുന്ന ഹജ്ജിനെ തകർക്കുക, ആ കഅബ തകർക്കുക. അതാണ് ഇവരുടെ പുതിയ ലോകക്രമത്തിന്റെ പ്രഥമ ലക്ഷ്യം. മനസ്സിലായോ? അതിനുവേണ്ടി ഒരുപാട് പ്രാവശ്യം ശക്തിയും സ്വാധീനവും ഇല്ലാത്ത സമയത്തും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ കൂട്ടകലാപം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്, സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട്, കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്, കൃത്രിമമായി തിക്കും തിരക്കുമുണ്ടാക്കി നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഈ പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ഇറാനെ പിന്തുണക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മനസ്സില്ല, മനസ്സില്ല. മനസ്സിലാക്കി വെച്ചാനില്ലേ? നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞതിന്റെ ശേഷം മൂപ്പര് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. എന്താണ്? അമീർ അങ്ങനെ എനിക്കെതിരെ തിരുന്നും വേണ്ട, അമീർ ഖുറാഫികൾക്കെതിരെ ഞാനും അമീറും തമ്മിൽ ചില രഹസ്യ ഇടപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേട്ടോളി. ഏതാണ്ട് 10-50 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ അമീർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിലാദ്യം എന്നെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ നിന്ന് തുടങ്ങാം. അമീറിന് എൻ്റെ ചിരിയുടെ ബ്ലാ 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 ബ്ലായും ആ ചിരിയൊക്കെ കേട്ടിട്ട് അമീർ ഭയങ്കര അസ്വസ്ഥമാകുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ അമീറെ, എൻ്റെ ചിരി എത്ര സന്തോഷത്തോടെ ആസ്വദിച്ച ഒരാളാണ് അമീർ. എന്തെല്ലാം വിഭവങ്ങൾ ഞാൻ സുന്നികളെ പറഞ്ഞപ്പോൾ അമീർ എനിക്ക് തന്നിട്ടുണ്ട്, അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അമീറിന് എൻ്റെ ആ ചിരി, നമ്മൾ സാധാരണ പറയില്ലേ ഈ മിൽമയുടെയൊക്കെ പരസ്യം പോലെ, കേരളം കണി കണ്ടുണരുന്ന നന്മ ആണ് എൻ്റെ ചിരി എന്ന് അമീർ സന്തോഷപൂർവ്വം എത്രയോ ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അമീർ ഞാനുമായിട്ട് ബന്ധമൊന്നും ഇല്ലായിരുന്നു, അമീർ ഈ പറഞ്ഞ പോലെ അമീർ ഒരു നല്ല മനുഷ്യനാണ്. അമീറിന് ആകെ ഉള്ളത് ഈ സംഘടനാ വിരോധം മൂത്തിട്ട് അമീറിന് ഇഷ്ടമല്ലാത്ത സംഘടനകളെ ഞാൻ പറയുമ്പോൾ അമീർ അത് നന്നായി ആസ്വദിക്കും. അമീറിന് ഇഷ്ടപ്പെട്ടവരെ ഞാൻ പറയുമ്പോഴാണ് അമീർ ഈ ബ്ലാ 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 എന്നൊക്കെ എന്നെ പറയുന്നത്. എൻ്റെ വാട്സപ്പിൻ്റെ ഫോൾഡർ എടുത്ത് നോക്കിയാൽ ഒരുപക്ഷെ അമീർ അയച്ച ഒരുപാട് സന്ദേശങ്ങൾ കാണും. ആ സന്തോഷം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓ, വലിയ വെളിപ്പെടുത്തലാണ് മൂപ്പര് നടത്തിയത്. ചില ഖുറാഫികളൊക്കെ എത്തിട്ട് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. എടാ ഭയങ്കര എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അനിലിന് ഞങ്ങൾക്കിതിരെ ക്ലിപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നില്ലേ? എന്താ സംശയം? അനിൽ മുഹമ്മദിന് ഞാൻ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. മൂപ്പര് എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2-3 വർഷം മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ്, ഇത് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഇത്തരം നിരന്തരം ക്ലിപ്പുകൾ മുറിച്ച സമയത്ത് അനിൽ മുഹമ്മദ് അടക്കമുള്ള പല ആളുകൾക്കും ഈ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തിനെതിരെയുള്ള ക്ലിപ്പുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇയാൾ നീതിയുടെ ആളാണ്, ഇയാൾ ഒരു നേരിന്റെ ഒപ്പം നിൽക്കുന്ന ആളാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ നിങ്ങൾ ക്ലിപ്പ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന തോന്നിയാസങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന വിവരക്കേടും ചോദ്യം ചെയ്യാൻ പാടില്ല നമ്മൾ കരാറുണ്ടാക്കിയത്. ഞാൻ ക്ലിപ്പാണ് തന്നത്. അല്ലാതെ ഞാൻ കേരളത്തിലെ മുജാഹിദ് പണ്ഡിയന്മാരെ കുറിച്ചും നിങ്ങൾ എന്തും പറഞ്ഞോളി, ഞാനൊന്നും നിങ്ങൾക്ക് തിരിച്ചു പറയില്ല എന്നുള്ള 500 റുപ്യൻ്റെ മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ടുകൊണ്ട് അതൊന്നും തന്നിട്ടില്ല. നിങ്ങൾ ക്ലിപ്പൊന്നു ഖുറാഫികൾക്കെതിരെ ക്ലിപ്പൊന്നു ഇനിയും തരും. നാളെ നിങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അമീറെ ആ മുനീർ ബാക്കവിൻ്റെ തള്ളും പകരൻ്റെ പൊള്ളും അതൊക്കെ കുറച്ച് കിട്ടാണ്ട ക്ലിപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരും. ലോകം നിയന്ത്രിക്കുന്ന മടവൂർ എന്ന് പറഞ്ഞ പിരാന്തനാണ്, അയാൾ അറിയാതെ ഒരു ഇല പോലും അനങ്ങൂല എന്ന് പ്രസംഗിക്കുന്ന മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്ന ക്ലിപ്പുണ്ടോ? എന്നോട് ചോദിച്ചോളി, ഞാൻ നാളെ തരുമല്ലോ. അതിനൊന്നും യാതൊരു വിഷമങ്ങൾ വിചാരിക്കേണ്ട, ക്ലിപ്പിനും തരും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ പറഞ്ഞ മൂപ്പരെ ചിരി ഞാൻ ഭയങ്കര ആസ്വദിച്ചിരുന്നാ. ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചിരി ഞാൻ ആസ്വദിക്കണമെന്നാ? നിങ്ങളെ ചിരി കേൾക്കാനാണ് ഞാൻ ക്ലിപ്പ് എന്നിരുന്നത്.
അങ്ങനെ വെച്ചപ്പോൾ ഇടങ്ങാറായി ക്ലിപ്പ് മുറിച്ചേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് നിങ്ങളെ ചിരി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മൊബൈലിൽ വെച്ച് റിംഗ് ടോണൊക്കെ വെച്ചൂടെ? അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ രാത്രിയും വൈകുന്നേരം രാവിലെയൊക്കെ ഇങ്ങനെ കയറി തലക്കാൻ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഇളി കെട്ടിയിരുന്നുകൊണ്ട് എനിക്ക് ക്ലിപ്പ് എൻ്റെ വല്ല കാര്യമുണ്ടോ? എന്ത് വിവരക്കടായി പറയണത്? അല്ലെങ്കിൽ ഇപ്പോൾ ആസ്വദിക്കാൻ പറ്റിയൊരു ചിരിയാളപ്പത്. ഈ മുസ്ലിയാക്കന്മാർ അൽഫാത്തിയായിട്ട് നടക്കണ മാതിരി നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു ചിരിയുണ്ട്. ഒറ്റ ചിരി മുസ്ലിയാക്കന്മാർ അങ്ങനെയുള്ളൂ. ഓലേക്ക് ഒരു അൽഫാത്തിയും ഒരു ദ്വായുണ്ട്, ഒരു കാണാപ്പാടം പഠിച്ചു വെച്ച സാധനം. അത് പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞാലും ആ അൽഫാത്തിയും ദ്വായ തന്നെ. പെണ്ണിന്റെ കല്യാണത്തിന്റെ അന്ന് പുതിയ ഇറങ്ങുമ്പോഴും ആ അൽഫാത്തി തന്നെ. പുതിയാപ്പിൾ വരുമ്പോഴും അൽഫാത്തി തന്നെ. പെണ്ണിന് മാസക്കുഴി തെറ്റി പള്ളിയിൽ ഉണ്ടായി പറഞ്ഞാലും ആ അൽഫാത്തി തന്നെ. പെണ്ണിന് പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴും അൽഫാത്തി തന്നെ. അത് കഴിഞ്ഞിട്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടിനെ കാണാൻ ചെല്ലുമ്പോഴും അൽഫാത്തിയ. പിന്നെ ആ പെണ്ണിന്റെ തന്ത മരിച്ചു എന്നാലും അൽഫാത്തി തന്നെ. അവിടെ 3-നും 7-നും 40-നും 14-നും ആണ്ടോടാണ്ടും എല്ലിനും അൽഫാത്തിയ. ആ ഒരൊറ്റ അൽഫാത്തിയായിട്ട് മൂപ്പര് ജീവിക്കണത് എന്ന് പറഞ്ഞ മാതിരി നിങ്ങളെയൊക്കെ സ്ഥാനത്തും അസ്ഥാനത്തും എല്ലായിടത്തും ഫിറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ആസ്വദിക്കണം എന്നുണ്ടാവും. അതിന് പോലെ സാഹചര്യം സന്ദർഭമില്ലേ? ചിരി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഡെഫിനേഷൻ? എന്താ സംഭവം ചിരി പറഞ്ഞാൽ? നമ്മളൊരു കോമഡി പറയുമ്പോൾ മറ്റുള്ളവർ ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തമാശകൾ ആസ്വദിച്ച് നമ്മൾ ചിരിക്കുന്നു. അതാണ് ചിരിയുടെ ഏറ്റവും ഉദാത്തമായ ലെവല്, ഏറ്റവും നല്ല പീക്ക് ലെവൽ. അതാണ് ചിരി. മറ്റുള്ള ഒരാളൊരു തമാശ പറയുമ്പോൾ നമ്മൾ ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തമാശ പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർ ചിരിക്കുക. ഇതില്ലെങ്കിൽ ചില ആൾക്കാർ അവനവൻ തമാശ പറഞ്ഞിട്ട് അവനവൻ തന്നെ ചിരിക്കും. കാരണം ഒരു മനസ്സുഖം കിട്ടണ്ടേ. ഞാനൊരു തമാശ കൊണ്ട് മറ്റുള്ള ആരും ചിരിച്ചിട്ട് ഞാൻ തന്നെ ചിരിക്കുക. ഇത് അതുമല്ല, ഇത് അയിമെന്നൊക്കെ വിട്ടിട്ട് അപകടകരമായ ചിരിയാണ്. എന്ത് സീരിയസ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും, എന്ത് ഡേഞ്ചർ കാര്യം ചർച്ച ചെയ്യണമെങ്കിലും, എന്ത് ഗൗരവമുള്ള കാര്യം ചർച്ച ചെയ്യണമെങ്കിലും ഇത് ചിരി എന്നല്ല പറയാം, ഇത് ഇളി എന്നാ പറയാ. എനിക്ക് മനസ്സിലായില്ല എന്താണ് മൂപ്പര് ഈ അസുഖം, ഈ ചിരിൻ്റെ അസുഖം എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാനൊരു റിസർച്ച് നടത്തി നോക്കി. എനിക്കിത് പിടുത്തം കിട്ടണില്ല. അവസാനം ഞാൻ ജെമിനിയോട് ചോദിച്ചു, എന്താ ജെമിനി ഇങ്ങനെ ഒരാൾ ചിരിക്കണമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ ജെമിനി എനിക്കൊരു മറുപടി ഒന്ന് കേട്ടോളി. ഒരാൾ അനാവശ്യമായും അനവസരത്തിലും നിരന്തരമായി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണോ? ആണെങ്കിൽ എന്താണ് ആ അസുഖത്തിൻ്റെ പേര്? അതിന് വല്ല ചികിത്സയുമുണ്ടോ? അനാവശ്യ സമയങ്ങളിൽ അനിയന്ത്രിതമായി ചിരിക്കുന്നത് സൂഡോ ബൾബാർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ലക്ഷണമാകാം. ഇതൊരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ്. അതായത് തലച്ചോറിലെ ചില പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്നതാണ്. പക്ഷാഘാതം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പാർക്കിൻസൺസ് രോഗം തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ഇത് വരാം. ഇത് സാധാരണമായി ഉണ്ടാകുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ അത് വിഷാദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിന് ചികിത്സയുണ്ട്. മരുന്നുകൾ ഉപയോഗിച്ച് ഇത് നിയന്ത്രിക്കാൻ സാധിക്കും. ആ വ്യക്തിക്ക് കൃത്യമായ രോഗനിർണയം ആവശ്യമാണ്. ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? ഇത് വല്ല അസുഖമാണെങ്കിൽ നിങ്ങളത് നല്ലൊരു ആളെ പോയി കാണൂ, പരിശോധിച്ച് നോക്കാമല്ലോ. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പിന്നെ ഭാവിയിൽ അപകടകരമായ രീതിക്ക് നീങ്ങണതിന് പകരം ഇപ്പം തന്നെ മരുന്ന് കുടിച്ചാൽ മാറുകയാണെങ്കിലോ? അതിന് വേണമെങ്കിൽ എന്തെങ്കിലും പൈസ വാങ്ങിച്ച് ഞാൻ തരാം. അത്രക്കല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അനിൽ സാറേ, നമ്മൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നല്ലോ. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് ഒരു ഉപദേശം കൂടി. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ദയവ് ചെയ്ത് ഈ പട്ടിക്കലത്തിൽ തലട്ടന്മാർ പോയി എല്ലായിടത്തും പോയി തലരരുത്. എന്നിട്ട് അതായിട്ട് ഇങ്ങനെ നടക്കുക, കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുക. പഠിക്കാൻ എന്തൊക്കെ സോഴ്സുകളുണ്ട്, എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇതിങ്ങനെ ഇളിക്കണ നേരം ഇരുന്ന് കുറച്ച് നേരം പഠിച്ചൂടെ? അങ്ങനെ പഠിച്ചിട്ടല്ലാതെ വിഷയത്തിൽ തലരരുത്. പഠിച്ചിട്ട് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമല്ലോ. വിഡിത്തം പറഞ്ഞാൽ മാത്രം സ്പെഷ്യൽ വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുമോ? അതുകൊണ്ട് അനിൽ സാറിനോട് പറയാനുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളും തലടാൻ വരരുത്. നിങ്ങൾ കൃത്യമായി പഠിക്കണം. എന്താണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത്, എന്താണ് ഇറാന്റെ ചരിത്രം, എന്താണ് ഷിയാക്കള ചരിത്രം, സലഫികൾ ഈ നിലപാടൊക്കെ എന്താ കാരണം എന്നൊക്കെ കൃത്യമായി പഠിക്കാതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ചാനലിൽ വന്നുകൊണ്ട് ഇളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇനിയും നന്നായിട്ട് മറുപടി കിട്ടും. ധൈര്യമുണ്ടെങ്കിൽ ഇതിനൊന്ന് മറുപടി പറയും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് പറയാണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ 2 വീഡിയോ ആളുകൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം, കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് ആ ബോധ്യപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അനിലും പെടണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.